നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ പലർക്കും സുപരിചിതനായ വ്യക്തിയാണ് നൗഫൽ. ഉമ്മയും മോനും എന്ന ചാനലിലൂടെ തൻ്റെ കുടുംബത്തെപ്പറ്റിയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പിണക്കങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കാണിച്ചിരുന്ന ഒരു നല്ല ചാനലാണ് ഇത്. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ ലൈഫ് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള വെൻറ്റിലേറ്ററിലായിരുന്നു അദ്ദേഹം. കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ അസുഖ വിവരങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നു. അതിൽ പറയുന്നത് ഉപ്പായ്ക്ക് അൾസറായിരുന്നു, അത് പിന്നീട് ക്യാൻസറായിട്ട് മാറിയിരുന്നു എന്നൊക്കെയാണ്. ഒരു സാധുവായ പിതാവായിരുന്നു അദ്ദേഹം. ഒരുപാട് കഷ്ടപ്പാടുകൾക്കും വേദനയ്ക്കും ഇടയിലൊക്കെ ജീവിച്ചിട്ട് അവസാനം ഒരു വീട് വയ്ക്കാനായിട്ട് വളരെ ആഗ്രഹിച്ചിരുന്നു. മകൻ ഒരു വീട് വെച്ചു എങ്കിലും അതിൽ താമസിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം, പുതുതായി ഉണ്ടാക്കിയ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉപ്പയെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അത് മനസ്സിന് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നൊരു അവസ്ഥ തന്നെയാണ്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ വിളിക്കാനുള്ള സമയമായപ്പോൾ വിളിച്ചു. തീർച്ചയായും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴേക്കും മനസ്സിന് വല്ലാത്ത വേദനയും സങ്കടവും ഒക്കെ അതുണ്ടാക്കുന്നുണ്ട്. ഈ അൾസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ലോകത്തിലെ 30% ആളുകളുടെയും വയറിൽ അൾസർ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. കുറേ കാലം ഇത് പെപ്റ്റിക് അൾസറായി ക്യാൻസറായിട്ടൊക്കെ മാറുമോ എന്ന് പലർക്കും സംശയമുണ്ട്. എന്താണ് അൾസർ? അത് പലരിലും ഇതൊരു വേദനയായിട്ട് അനുഭവിക്കാറില്ല. പലരുടെയും വയറിൽ ഇതുണ്ടെന്നുള്ള കാര്യവും പലർക്കും മനസ്സിലാകാറുമില്ല. നമ്മുടെ വയറ്റിൻ്റെ ഭിത്തിയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായി അത് അൾസർ ആയി മാറുന്നു. ആമാശയത്തിൽ കാണുന്ന പെപ്റ്റിക് അൾസർ ഒരുതരം ബാക്ടീരിയ ആണ്. ഇത് പ്രധാനമായും ഉണ്ടാകാനുള്ള കാരണം. കൂടുതൽ കാലമായിട്ട് പലതരം പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെയും അൾസർ വരാം. ഇത് വരാനായിട്ടും ധാരാളം വേറെയും പല കാരണങ്ങളുമുണ്ട്. ആഹാര രീതിയിലെ മാറ്റം, സ്പൈസി ഫുഡൊക്കെ കഴിക്കുക, അതുപോലെ പലതരം സ്റ്റിറോയിഡ്സും പല മരുന്നുകളും ഒക്കെ കഴിക്കുന്നത് കാരണം പലർക്കും ഇത് വരാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആമാശയത്തിലെ അൾസറും ക്യാൻസറായിട്ട് മാറാറില്ല. പക്ഷേ പലതരത്തിലുള്ള ആമാശയത്തിലുള്ള ക്യാൻസർ അൾസറായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കാരണം അത് അൾസർ പോലെ രൂപപ്പെട്ടിട്ടാണ് പുറത്ത് കാണാറുള്ളത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു, അതിൽ ഞാൻ കൂടുതൽ ആഴത്തിൽ ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും വളരെ അധികം ശ്രദ്ധിക്കുക. നല്ല ഒരു ചാനലായിരുന്നു അവരുടേത്, നല്ലൊരു കുടുംബമായിരുന്നു. എന്തായാലും ഇത് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.